ഞാൻ സിജി വൈറ്റ് കോട്ട് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഡിഷ് ഒരു ഫിഷിൻ്റെ ഡിഷാണ്. തേങ്ങാപ്പാൽ ഫിഷ് ഫ്രൈ. നമ്മുടെ നാടൻ തേങ്ങാപ്പാൽ വെച്ചുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. സാധാ ഫിഷ് ഫ്രൈയുടെ കൂടെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഒരു നല്ല ഫ്ലേവറോട് കൂടിയൊരു ഫിഷ് ഫ്രൈ. അതിന് വേണ്ട ഐറ്റംസ് നമ്മൾ ഇവിടെ സീ ഫിഷാണ് എടുത്തിരിക്കുന്നത്. സീ ഫിഷ്, മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ചെറിയ ഉള്ളിയുടെ ചെറിയ ചോപ്പ് ചെയ്ത്, പിന്നെ പെപ്പർ കോൺ ക്രഷ് ചെയ്തത്, ചോപ്പ് ഗാർലിക്, ജിഞ്ചർ, ഇത്ര ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കിനി മസാല സ്റ്റാർട്ട് ചെയ്യാം. ചില്ലി പൗഡർ എടുക്കുക, ഏകദേശം 1 ടീസ്പൂൺ ചില്ലി പൗഡർ എടുക്കുക. ഒരു 2 ടീസ്പൂണോളം ഫിഷ് മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ, ഇഞ്ചി ചോപ്പ് ചെയ്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂണിലാണ്, ഗാർലിക്, അതിലേക്ക് ലൈം ജ്യൂസ് ചേർക്കണം. ഏകദേശം 2 ടീസ്പൂണോളം ലൈം ജ്യൂസും ചേർത്തിട്ട് നമ്മളിതിനകത്തൊരു മസാല മാതിരി ചെയ്യണം. പിന്നെ ഈ ഫിഷ് ഫ്രൈയുടെ ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് തേങ്ങാപ്പാലും ഇതിനകത്ത് ഈ മസാലയ്ക്കകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. മസാല റെഡിയായി. അതിലേക്ക് നമുക്ക് ഒരു അല്പം ഗ്രീൻ ചില്ലി ഒരല്പം ചേർക്കാം, അല്പം കറി ലീവ്സ് ഉണ്ട്. അത് സാൾട്ട് ഒരു 1/4 ടീസ്പൂൺ സാൾട്ട് ചേർക്കണം. ക്രഷ് പെപ്പർ പൗഡർ, ചെറിയ ഉള്ളി ചോപ്പ് വെച്ചിരുന്ന അതുങ്ങൾ ചേർത്തിട്ട് മസാല ഫിനിഷ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ളൊരു മസാലയായിട്ടുണ്ട്. ഈ മസാലയിലേക്ക് ഫിഷ് എടുത്തിട്ട് ശരിക്കും നന്നായിട്ട് പുരട്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായി ടേസ്റ്റ് പിടിക്കാനായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇത് നമ്മൾ തവയിൽ ഗ്രില്ല് ചെയ്താണ് ചെയ്യുന്നത്. ഓയിൽ ഫ്രൈ ചെയ്യുന്നതിന് പകരം തവയിൽ ഗ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 5-10 മിനിറ്റ് ശേഷം നമ്മളത് ജസ്റ്റ് തവയിൽ ഗ്രില്ല് ചെയ്യാൻ പോകണം. അതിനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലിനകത്ത് തവയിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ഇനി മസാല ഇട്ട് ചെയ്യുന്ന ഫിഷ് നമ്മളതിലേക്ക് നമ്മൾ ഫിഷ് ഓൾറെഡി ഗ്രില്ല് ചെയ്യാനായിട്ടേക്കാണ്. ഏകദേശം 2-3 മിനിറ്റോളം എടുക്കും അത് നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് വരാനായിട്ട്. ആ സമയത്ത് നമുക്ക് ഇതിനു വേണ്ടി ഒരു അഡീഷണൽ ആയിട്ട് ഒരു സലാഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനായിട്ട് നന്നായിട്ട് കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് ആ സമയത്ത് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ആ സലാഡ് ചെയ്യാനായിട്ട് സലാഡ് ഈസിയായിട്ട് നമ്മൾ വീടുകളിൽ ചെയ്യാവുന്ന സലാഡാണ്. കച്ചുമ്പ സലാഡ്. നമ്മൾ ഓണിയൻ സ്ലൈസ് ചെയ്തിടുക, അല്പം ക്യാരറ്റ് ഫൈനായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിടുക, അല്പം ടൊമാറ്റോ, ഒരു പച്ചമുളക് ഫൈനായിട്ട് സ്ലൈസ് ചെയ്തിടുക, അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക, ഒരല്പം ലൈം ജ്യൂസ്, ഒരു 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്, ഒരു നുള്ളു മുളക് പൊടി, ഒരു ഡ്രോപ്പ് കോക്കനട്ട് ഓയിലിന് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അധികം വേണ്ട ജസ്റ്റ് ഒരു മിക്സിനുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതിനകത്ത് ഇത്രയേ ഉള്ളൂ. സലാഡ് റെഡിയാണ്. ഇനി നമുക്ക് ഫിഷിൻ്റെ കൂടെ ഇതിനോട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സലാഡ് ഉണ്ടായി കഴിഞ്ഞു. ആ സമയത്തേക്ക് നമുക്ക് ഫിഷ് ഏകദേശം മറിച്ചിടാനുള്ള ഇത് നന്നായിട്ട് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. നമ്മൾ അവസാനമായിട്ട് ഇതിനകത്ത് തേങ്ങാപ്പാലിൽ തന്നെ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചേർത്ത തേങ്ങാപ്പാൽ ഓൾറെഡി അതുമായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് മറിച്ചിട്ട ശേഷം ഒരു അല്പം കൂടെ തേങ്ങാപ്പാൽ ഈ സൈഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ആ തേങ്ങാപ്പാലിൽ നിന്ന് വലിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. നമുക്കിനി ജസ്റ്റ് ഒന്ന് ആ സൈഡിൽ നിന്ന് വലിഞ്ഞ ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഫിഷ് ഫുൾ കുക്ക്ഡ് ആയിരിക്കുകയാണ്. നമുക്ക് ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുൻപുണ്ടാക്കി വെച്ചിരിക്കുന്ന സലാഡുകൾ ചേർത്ത്
സെർവ് ചെയ്യാം. ഫിഷ് ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നു. നമ്മൾ സലാഡ് മുൻപുണ്ടാക്കി വെച്ച സലാഡ് ഇതിൻ്റെ സൈഡിലേക്ക് നന്നായിട്ട് ചേർത്ത് വീടുകളിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. നോർമൽ ചെയ്യുന്നത് തന്നെയാണ്, പക്ഷേ അതിലേക്ക് ഒരല്പം തേങ്ങാപ്പാലിൻ്റെ ഒരു സ്ട്രോങ് ഫ്ലേവർ ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം.